ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സജ്ജമാക്കിയ ആഡംബര വിശ്രമ കേന്ദ്രം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വയനാട്ടിൽ ഉരുൾപൊട്ടൽ മേഖലയിലെ സ്കൂളുകളിലെ പുനഃപ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നാളെ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. 7ാമത് പോഷൺ മാസാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് വിവിധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് 2020 മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. വാർത്തകൾ വിശദമായി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് ഹ്രസ്വസമയ വിശ്രമത്തിനായി സജ്ജമാക്കിയ 0484 എയ്റോ ലോഞ്ച് ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സിയാൽ ഡയറക്ടർ ബോർഡ് യോഗത്തിലും ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കും. മിതമായ നിരക്കിൽ മണിക്കൂർ അടിസ്ഥാനത്തിൽ യാത്രക്കാർക്കും അല്ലാത്തവർക്കും വിമാനത്താവള ലോഞ്ച് സൌകര്യം ഉപയോഗപ്പെടുത്താനാകുമെന്ന് സിയാൽ അറിയിച്ചു. 50,000 ചതുരശ്രയടി വിസ്തീർണത്തിൽ 40ഓളം മുറികൾ, 2 കോൺഫറൻസ് ഹാളുകൾ, ജിം, ലൈബ്രറി തുടങ്ങിയ സൌകര്യങ്ങൾ ലോഞ്ചിൽ ഒരുക്കിയിട്ടുണ്ട്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ മേഖലയിലെ സ്കൂളുകളിൽ പുനഃപ്രവേശനോത്സവം നാളെ നടത്തും. മന്ത്രി വി ശിവൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മുണ്ടക്കൈ GLPS മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലുമാണ് പ്രവർത്തിക്കുക. ഉരുൾപൊട്ടലിൽ SSLC സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ പകർപ്പ് ചടങ്ങിൽ വിതരണം ചെയ്യും. 7ാമത് ദേശീയ പോഷൺ മാസാചരണത്തിന് തുടക്കമായി. വിളർച്ച, വളർച്ചാ നിരീക്ഷണം, പോഷകാഹാരം, പോഷണവും പഠനവും, ഏക് പേട് മാ കെ നാം എന്നീ വിഷയങ്ങളിൽ ഇത്തവണത്തെ പോഷൺ മാസാചരണം ശ്രദ്ധ കേന്ദ്രീകരിക്കും. കുട്ടികൾ, കൌമാരപ്രായക്കാരായ പെൺകുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കിടയിലെ പോഷകാഹാരക്കുറവിനെ മറികടക്കുന്നതിനാണ് പോഷൺ മാസാചരണം ലക്ഷ്യമിടുന്നത്. ഇന്നു മുതൽ ഈ മാസം 7 വരെ പോഷൺ വാരാചരണവും നടക്കും. ദേശീയ പോഷൺ മാസാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ വൈവിധ്യമാർന്ന പരിപാടികൾക്ക് തുടക്കമായി. അങ്കണവാടികൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. സെപ്റ്റംബർ 1 മുതൽ 30 വരെ നീണ്ടുനിൽക്കുന്ന പോഷൺ മാസാചരണത്തോടനുബന്ധിച്ച് ജില്ലയിലെ അങ്കണവാടികളിൽ നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. അനീമിയക്കെതിരെയുള്ള ക്യാമ്പുകൾ, കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം, അനുപൂരക പോഷകാഹാരം, പോഷണ മേഖലകളുടെ സംരക്ഷണം എന്നിവ ഇവയിൽ ചിലത് മാത്രം. പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഏക് പേട് മാ കെ നാം എന്ന പേരിൽ കുട്ടികൾ മരം വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതി ജില്ലയിലെ മുഴുവൻ അങ്കണവാടികളിലും നടപ്പാക്കി. അധികം വളരാത്ത ഫലവൃക്ഷ തൈകളാണ് ഇതിലൂടെ നട്ടുവളർത്തുന്നത്. പോഷകാഹാരത്തെക്കുറിച്ച് അമ്മമാർക്ക് ബോധവൽക്കരണവും നടന്നുവരുന്നുണ്ട്. പ്രവർത്തനങ്ങൾ അങ്കണവാടി വർക്കർമാർ അപ്പോൾ തന്നെ ജൻ ആന്തോളൻ ഡാഷ്ബോർഡിൽ അപ്ലോഡ് ചെയ്യുകയും വേണം. ഓരോ ദിവസവും 5ഉം 6ഉം പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ടെന്ന് ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ CA ബിന്ദു പറഞ്ഞു. BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നഡ്ഡ പാലക്കാട്ടെ പൌരപ്രമുഖരുമായി സംവദിക്കും. ഇന്നുച്ചയ്ക്ക് നഗരത്തിലെ ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിൽ നടക്കുന്ന പരിപാടിയിൽ പാലക്കാടിന്റെ വികസന പരിപാടികൾ ചർച്ച ചെയ്യും. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഡെയ്ല മദർഷിപ്പിന്റെ ബർത്തിംഗ് ഇന്നുച്ചയ്ക്ക് ശേഷം നടക്കും. ലോകത്തെ ഏറ്റവും വലിയ ചരക്കുകപ്പൽ കമ്പനിയായ MSCയുടെ വിഴിഞ്ഞത്തെത്തുന്ന ആദ്യ കപ്പൽ കൂടിയാണിത്. കണ്ടെയ്നറുകൾ ഇറക്കിയ ശേഷം കപ്പൽ ശ്രീലങ്കയിലേക്ക് പുറപ്പെടും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടിയും പ്രദർശനവും വടകര ടൌൺഹാളിൽ നാളെ KK രമ MLA ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ വയനാട്, കണ്ണൂർ ഫീൽഡ് ഓഫീസുകൾ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചത്. വടക്കു പടിഞ്ഞാറൻ അറബിക്കടലിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുള്ളതായും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻ പിടിക്കാൻ പോകരുതെന്നും പ്രത്യേക മുന്നറിയിപ്പുണ്ട്. പ്രശസ്ത നാടകകൃത്തും സാഹിത്യകാരനുമായ കനവു ബേബി എന്നറിയപ്പെടുന്ന KJ ബേബി അന്തരിച്ചു. 70 വയസ്സായിരുന്നു. വയനാട് നടവയൽ ചീങ്ങോട്ടെ വീടിനോട് ചേർന്നുള്ള കളരിയിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
വയനാട്ടിലെ ആദിവാസി പിന്നാക്ക വിഭാഗങ്ങളെ ഉന്നതിയിലെത്തിക്കാൻ വിദ്യാഭ്യാസം നൽകുന്നതിനായി തന്റെ ജീവിതം ഉഴിഞ്ഞുവെച്ച KJ ബേബി പിന്നാക്ക വിഭാഗങ്ങളുടെ മനുഷ്യാവകാശങ്ങൾക്കായി പോരാടിയ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. നാടുഗദ്ദിക എന്ന നാടകവും ഏറെ പ്രശസ്തമായിരുന്നു. മാവേലി മന്ദം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിരുന്നു. നാടുഗദ്ദിക ഗ്രാമീണ നാടകത്തിനുള്ള ഭാരത് ഭവൻ അവാർഡും ലഭിച്ചിരുന്നു. നടവയിലെ ആദിവാസി കുട്ടികൾക്കായി 1994 കനവെന്ന ആദിവാസി പഠന കേന്ദ്രവും ആരംഭിച്ചു. ആദിവാസി കലാരൂപങ്ങളെയും അവരുടെ ഗോത്ര സംസ്കാരത്തെയും പുറം ലോകത്തെത്തിക്കുവാൻ മുൻപന്തിയിൽ നിന്ന വ്യക്തി കൂടിയായിരുന്നു KJ ബേബി എന്ന കലാകാരൻ. പ്രശസ്ത ടോക്സിക്കോളജിസ്റ്റും ശാസ്ത്രജ്ഞനുമായ കണ്ണൂർ ചെറുകുന്ന് സ്വദേശി ഡോക്ടർ PV മോഹനന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. കേന്ദ്ര സർക്കാരിന്റെ COVID-19 വാക്സിൻ എംപവേർഡ് കമ്മിറ്റി അംഗമെന്ന നിലയിലും ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജീസ് ടോക്സിക്കോളജി ഡിവിഷൻ മേധാവിയായും ശ്രദ്ധേയനായിരുന്നു അദ്ദേഹമെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് 2020 മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. നാളെ ഉച്ചയ്ക്ക് 2:30 ആലപ്പി റിപ്പിൾസും തൃശൂർ ടൈറ്റൻസും തമ്മിലാണ് ആദ്യ മത്സരം. 17 സെമി ഫൈനൽ മത്സരങ്ങളും 18 വൈകുന്നേരം 6:45 ഫൈനലും നടക്കും. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി പുരുഷ വിഭാഗം ഷോട്ട് പുട്ട് ഫൈനലിൽ രവി രംഗോലി, പുരുഷന്മാരുടെ ഹൈജമ്പിൽ നിഷാദ് കുമാർ എന്നിവർ ഇന്ന് മത്സരിക്കും. അമ്പെയ്ത്തിൽ പുരുഷന്മാരുടെ വ്യക്തിഗത കോമ്പൌണ്ട് ഇനത്തിൽ രാകേഷ് കുമാറും ഇന്ന് മത്സരിക്കും. വനിതകളുടെ ബാഡ്മിന്റൺ മത്സരങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മാറ്റുരയ്ക്കും. കാസർഗോഡ് നൈപുണ്യ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ ഭരണകൂടവും ജില്ലാ നൈപുണ്യ സമിതിയും സംസ്ഥാന നൈപുണ്യ വികസന മിഷനും സംയുക്തമായി ഈ മാസം 6 നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളുടെ ഉച്ചകോടി സംഘടിപ്പിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ. കേരളത്തിന്റെ നൈപുണ്യ വികസനത്തിന്റെയും നൈപുണ്യം നേടിയവരെ തൊഴിലുമായി ബന്ധിപ്പിക്കുന്നതിന്റെയും നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്ന സംസ്ഥാന നൈപുണ്യ വികസന മിഷൻ ഉച്ചകോടിക്ക് മേൽനോട്ടം വഹിക്കും. ജില്ലയുടെ നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിലവിൽ നൈപുണ്യ പരിശീലന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പൊതു സ്വകാര്യ നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഉച്ചകോടി നടത്തുന്നത്. നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുക, വിവിധ കേന്ദ്ര സംസ്ഥാന നൈപുണ്യ വികസന പദ്ധതികൾ പരിചയപ്പെടുത്തുക, ജില്ലയിലെ നൈപുണ്യ വികസന പ്രവർത്തനങ്ങളിൽ നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, നൈപുണ്യ വികസന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, വിവിധ വ്യവസായ മേഖലകൾക്ക് ആവശ്യമായ നൈപുണ്യക്ഷമതയുള്ള ഉദ്യോഗാർത്ഥികളെ ലഭ്യമാക്കുക എന്നിവയെല്ലാം ഉച്ചകോടിയുടെ ലക്ഷ്യങ്ങളാണ്. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനകൾ തമ്മിൽ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് പരിക്കേറ്റ മുറിവാലൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ആന ചരിഞ്ഞു. പരിക്കേറ്റ അതീവ ഗുരുതരാവസ്ഥയിലായ ആനയ്ക്ക് വനം വകുപ്പ് അധികൃതർ ചികിത്സ നൽകിയെങ്കിലും ഫലം കണ്ടില്ല. ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. ചക്കക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാനയുമായുള്ള ഏറ്റുമുട്ടലിലാണ് ആനയ്ക്ക് പരിക്കേറ്റത്. അങ്കമാലി യാർഡിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ചില ട്രെയിനുകളുടെ സർവീസുകളിൽ ഇന്നു മുതൽ മാറ്റം. ഇന്ന് രാവിലെ 7:20 പുറപ്പെടേണ്ടിയിരുന്ന പാലക്കാട് എറണാകുളം ജംഗ്ഷൻ മെമു ഉച്ചയ്ക്ക് 2:45 പുറപ്പെടേണ്ട എറണാകുളം ജംഗ്ഷൻ പാലക്കാട് മെമു സർവീസുകൾ റദ്ദാക്കി. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷനിൽ സർവീസ് അവസാനിപ്പിക്കും. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് എറണാകുളം ടൗണിലും കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് ഷൊർണൂരിലും സർവീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് ഇന്ന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വൈകിട്ട് 5:25 പുറപ്പെടും. കോഴിക്കോടിനും എറണാകുളത്തിനും ഇടയിൽ സർവീസ് റദ്ദാക്കും. വിസ കാലാവധി കഴിഞ്ഞവർക്കുള്ള 2 മാസത്തെ പൊതുമാപ്പ് പരിപാടിക്ക് UAEയിൽ തുടക്കമായി. പൊതുമാപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മലയാളി പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് ഒരുക്കും. നോർക്ക റൂട്ട്സിന്റെയും ലോക കേരള സഭ സെക്രട്ടേറിയറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ലോക കേരള സഭ പ്രതിനിധികളുടെ ഓൺലൈൻ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. പറമ്പിക്കുളം ഗ്രൂപ്പ് ഡാമുകളിൽ കേരളത്തിന് അർഹമായ ജലം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് പാലക്കാട് ജില്ലാ വികസന സമിതി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജോയിന്റ് വാട്ടർ റെഗുലേഷൻ ബോർഡിന്റെ ഇടപെടൽ വേണ്ടത്ര ശക്തമാവാത്തതിനാലാണ് അർഹതപ്പെട്ട ജലം ലഭിക്കാതിരുന്നതെന്നും യോഗം ചൂണ്ടിക്കാട്ടി. ഇത് സംബന്ധിച്ച പ്രമേയം യോഗത്തിൽ K. ബാബു MLA അവതരിപ്പിച്ചു. ലക്ഷദ്വീപ് ആരോഗ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഹെപ്പറ്റൈറ്റിസ് രോഗപ്രതിരോധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി എല്ലാ ദ്വീപുകളിലും വിവിധ ജനസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തി ദ്വീപിൽ നടന്ന പരിപാടിയിൽ NVHCP പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഹസീന ബീഗം മുഖ്യപ്രഭാഷണം നടത്തി. സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജംഗ്ഷനിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ജോലികൾ നടക്കുന്നതിനാൽ നാളെ രാത്രി മുതൽ മറ്റന്നാൾ രാത്രി വരെ കുര്യാത്തി സെക്ഷൻ പരിധിയിൽ വരുന്ന വിവിധ വാർഡുകളിൽ ശുദ്ധജല വിതരണം പൂർണ്ണമായും തടസ്സപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സജ്ജമാക്കിയ ആഡംബര വിശ്രമ കേന്ദ്രം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വയനാട്ടിൽ ഉരുൾപൊട്ടൽ മേഖലയിലെ സ്കൂളുകളിലെ പുനഃപ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നാളെ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. 7ാമത് പോഷൺ മാസാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് വിവിധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്.
കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് 2020 മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.